വാർത്ത തുടരുന്നു. 2020 പാർട്ടി കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയും ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബും ചേർന്ന് ചായപ്പൻകുഴിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജും സെന്റ് സേവിയേഴ്സ് എന്നിവരുടെ സഹകരണത്തോടെ SNDP ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 200-ലധികം പേർക്ക് സൗജന്യ ചികിത്സാ സേവനങ്ങൾ ലഭിച്ചു. 2020 പാർട്ടി അങ്കമാലി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ കാർഡിയോളജി, അസ്ഥിരോഗം, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ ചികിത്സാ സേവനങ്ങളും 40 ഡ്രൈവർമാർക്ക് കണ്ണുപരിശോധനയും സൗജന്യ കണ്ണട വിതരണവും ചെയ്തു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ കന്യാടത്ത്, ജിത്തു മാധവ്, ലീല സേവിയർ, സത്യൻ തണലിൽ, ഷീജ ജോയ്, ആന്റണി പുളിക്കൻ, റീത്ത ടോമി എന്നിവർ സംസാരിച്ചു. ഒരു വലിയൊരു പ്രസംഗം കേൾക്കാൻ മാത്രം തയ്യാറായിട്ടല്ല നിങ്ങളെല്ലാം വന്നിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരൊറ്റ കാര്യമാണ്. കാരണം എന്നെക്കുറിച്ചിട്ട് നേരത്തെ ഇവിടെ പറയുകയുണ്ടായില്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു കുടുംബാംഗമാണ് ഞാൻ. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഞാൻ ആകെ പഠിച്ചൊരു കാര്യമാണ്. ഉമ്മൻചാണ്ടി ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴും പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു ദിവസം കുറച്ചു പേരുടെയെങ്കിലും ഹൃദയം തൊടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പുള്ളി പറയും. ആ ഒരു വാക്ക് ഞാൻ എപ്പോഴും മനസ്സിൽ കാണാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും കാലത്ത് മുതൽ വൈകുന്നേരം വരെ ആലോചിക്കുമ്പോൾ എത്ര പേരുടെ ഹൃദയം തൊടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളൊരു കണക്കെടുപ്പ് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം അധ്വാനിച്ചു അല്ലെങ്കിൽ നമ്മൾ ഭാവിയിലോട്ട് എന്തുമാത്രം സമ്പാദിച്ചു എന്നുള്ളതിന്റെ കണക്ക് പുസ്തകം അതാണ് എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്, ഇന്നിവിടെ ഇരിക്കുന്ന ആളുകളും ഇവിടെ സംരംഭമായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളും ആതുര സേവനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. ഇപ്പൊ 4 വർഷമായിട്ട് ഭരിക്കുന്ന പഞ്ചായത്തിൽ 10 കോടി രൂപ നീക്കിയിട്ടുണ്ട്. ഇവരൊക്കെ പോയി കണ്ടതാണ്. റോഡ് വികസനം ചെയ്തിട്ടുണ്ട്, വെള്ളം വേണ്ടവർ വെള്ളം, ലൈഫ് മിഷനുള്ള പദ്ധതികൾ, കന്നുകാലി വേണ്ടവർ കന്നുകാലി, ഈ കാർഷിക മേഖലയിലേക്ക് വിത്തുകൾ വേണ്ടവർക്ക് വിത്തുകൾ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നീക്കിരിപ്പുണ്ടാക്കാൻ പറ്റുന്നത്. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിന്റെ അംഗങ്ങളിൽ അസുഖബാധിതർക്ക് സമാശ്വാസ നിധിയിൽ നിന്നുമുള്ള ധനസഹായം വിതരണം ചെയ്തു. ബാങ്ക് മുൻ പ്രസിഡന്റ് MM അനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഗവൺമെന്റ് തലത്തിലും മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞ റിലീഫ് ഫണ്ട് ബാങ്കിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സഹകരണ മേഖലയുടെ ഒരു മികവിൻ്റെ ഒന്നാമത്തെ കാര്യം. ഞാൻ ഇതിലിപ്പോൾ ഇത് വിതരണം ചെയ്യുന്നത് ഒരിക്കലും സന്തോഷത്തോടെയല്ല, രോഗികൾ ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. തോമസ് ജോസഫ് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെയും തൊഴിലന്വേഷകരെയും സഹായിക്കുന്നതിനായി ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിൽ ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. കില ഫാക്കൽറ്റി VK ശ്രീധരൻ പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷ പ്രീതി ബാബു, കില DRP ബീന ഡേവിസ്, കെയർസ് ഡിസ്ക് പ്രതിനിധി അഞ്ജു, ശില്പ, വിജ്ഞാന കേരളം കോർഡിനേറ്റർ സ്വാതി, ഡോക്ടർ K സോമൻ, സ്ഥിരം സമിതി അധ്യക്ഷർ, ജനപ്രതിനിധികൾ, നഗരസഭാ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലന്വേഷകരെ DWMS ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും ജോലിക്ക് അപേക്ഷിക്കുവാനും സഹായിക്കുന്നതിനായി ജോബ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതാണ്. തൊഴിലന്വേഷകരായുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കുവാൻ വേണ്ട സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്ന വിജ്ഞാന സേവന കേന്ദ്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. സംസ്ഥാനത്ത് ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു.
തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 37°C വരെയും, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36°C വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 35°C വരെയും, വയനാട്, ഇടുക്കി ജില്ലകളിൽ 34°C വരെയും സാധാരണയേക്കാൾ 2°C കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കൊടും ചൂട് തുടരുന്നതിനിടെ സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികളുടെ തോതും ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണി വരെ വെയിൽ നേരിട്ട് ഏൽക്കരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് 65,000 കടന്ന് കുതിച്ച സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. പവൻ വില 80 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 65,760 രൂപയാണ്. ഗ്രാമിന് 10 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 8,220 രൂപയാണ്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 63,520 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത്. നിലവിൽ 66,000 തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് സ്വർണ്ണവില. ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്. ജനുവരി 22-നാണ് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി 60,000 കടന്നത്. ദിവസങ്ങൾക്കകം 64,000 കടന്ന് സ്വർണ്ണവില കുതിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഇപ്പോൾ സർവകാല റെക്കോർഡായ 65,000 കടന്നിരിക്കുകയാണ് സ്വർണത്തിന്റെ വില. കന്നുകാലി മേച്ചിൽപ്പുറം, റവന്യൂ പുറമ്പോക്ക്, വില്ലേജ് റിസർവ് ഉൾപ്പെടെയുള്ള സാങ്കേതിക തടസ്സങ്ങളില്ലാത്ത പട്ടയ അപേക്ഷകളുടെ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് പട്ടയ വിതരണം നടപ്പിലാക്കണമെന്ന് ചാലക്കുടിയിൽ ചേർന്ന പട്ടയ അസംബ്ലി യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ അനുമതിക്കായി അയക്കേണ്ട വനഭൂമി പട്ടയ അപേക്ഷകളുടെ നടപടികൾ പൂർത്തീകരിച്ച് ഈ മാസം 31-നകം പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുപടത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP ജെയിംസ്, PC ബിജു, KK റിജേഷ്, പ്രിൻസി ഫ്രാൻസിസ്, റവന്യൂ ഡിവിഷണൽ ഓഫീസർ MC റെച്ചിൽ, തഹസിൽദാർ ജേക്കബ് KA, ഭൂരേഖ തഹസിൽദാർ ആന്റോ ജേക്കബ്, ചാലക്കുടി DFO വെങ്കിടേഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഓട്ടോ ബോഡി പെയിന്റിംഗ് എന്നീ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. PSCയുടെ റിസർവേഷൻ റൊട്ടേഷൻ അനുസരിച്ചാണ് നിയമനം നടക്കുക. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ റൊട്ടേഷൻ പ്രകാരം മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് നിയമനം നടത്തുക. മെക്കാനിക് ഓട്ടോ ബോഡി പെയിന്റിംഗിൽ റൊട്ടേഷൻ പ്രകാരം OC വിഭാഗത്തിൽ നിന്നുമായിരിക്കും നിയമനം നടത്തുന്നത്. നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് 18-ന് രാവിലെ 10:30-ന് ITIയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാകേണ്ടതാണ്. SCB റിട്ടയേഴ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കറുകുറ്റി ബത്ലഹേം പൈനാടത്ത് ആന്റണി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ബത്ലഹേം സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിലക്കയറ്റത്തിന് വിരാമമിടാൻ പൊതുവിപണിയിൽ നിരന്തരം ഇടപെടലാണ് കൺസ്യൂമർ ഫെഡ് സമയസന്ദർഭോചിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. സാമൂഹ്യനീതിക്കായി സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അപകടങ്ങളും മരണങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്ന പോട്ട ആശ്രമം ദേശീയപാത ജംഗ്ഷൻ താൽക്കാലികമായി അടയ്ക്കാൻ തീരുമാനിച്ചു. കൊരട്ടി പഞ്ചായത്ത് തല പഠനോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ്.
10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.